കനത്ത മഴയിൽ എറണാകുളം കാക്കനാട് റോഡ് അപകടാവസ്ഥയിലായി. മണ്ണുകാവ് ക്ഷേത്രത്തിന് സമീപം റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞിട്ടുണ്ട്. റോഡിന് സമീപത്തെ താമസക്കാരോട് മാറാൻ ഫയർഫോഴ്സ് നിർദ്ദേശിച്ചു എന്നാണ് എസ് ശ്യാംകുമാറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ശ്യാംകുമാറുണ്ട് വിശദാംശങ്ങളുമായി. ശ്യാം, എന്താണ് ഇതിൽ ഫയർഫോഴ്സ് നൽകിയിരിക്കുന്ന നിർദ്ദേശം? ഇത് ഈ റോഡിന്റെ ഏത് ഭാഗമാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്? അതിനോട് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ മണ്ണ് ഇടിഞ്ഞു കിടക്കുന്ന ഭാഗത്തിനോട് ചേർന്ന് അതൊരു ജനവാസ മേഖലയാണെന്ന് തോന്നുന്നു. അവിടെ ചില കെട്ടിടങ്ങൾ, വീടുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ശ്യാം വിവരങ്ങൾ? ജി കെ, കാക്കനാട് മില്ലുംപടി മണ്ണൂക്കാവ് റോഡാണ് ഇന്ന് പുലർച്ചെ 2 മണിക്ക് ശേഷം മഴയിൽ ഇടിഞ്ഞത്. അതിന്റെ ഒരു വശം, റോഡിന്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്നുള്ള വശമാണ് ഇടിഞ്ഞ് താഴേക്ക് വന്നത്. ഇതോടെ റോഡ് അപകട സ്ഥിതിയിലാണ്. അതിലുപരി മഴ പെയ്തു കഴിഞ്ഞാൽ ആ സംരക്ഷണ ഭിത്തിയിൽ നിന്ന് അടർന്നു നിൽക്കുന്ന മണ്ണ് കൂടുതൽ താഴേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് തൃക്കാക്കര ഫയർഫോഴ്സ് സംഘം സമീപത്ത്, ജി കെ പറഞ്ഞ പോലെ ആ സമീപത്തുള്ള ഒരു വീടാണ്, അവിടെ താമസക്കാരുണ്ട്, അവരോടും അതിന് തൊട്ടു ചേർന്നുള്ള താമസസ്ഥലത്തുള്ളവരോടും സുരക്ഷിതമായ ഇടത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നാണ് ഫയർഫോഴ്സിന്റെ വിലയിരുത്തൽ. അതിനു പുറമെ ആ റോഡിലൂടെയുള്ള താൽക്കാലിക ഗതാഗതവും തടഞ്ഞിട്ടുണ്ട്. കാരണം വാഹനങ്ങൾ, ഭാരമുള്ള വാഹനങ്ങളും മറ്റും പോകുമ്പോൾ ഒരുപക്ഷെ റോഡ് പൂർണ്ണമായും ഇടിഞ്ഞു പോകാം എന്നുള്ളതാണ് സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ പ്രദേശത്തെ കൗൺസിലർ സുനിയുടെ നേതൃത്വത്തിൽ ആ റോഡ് ഗതാഗതം തടഞ്ഞുകൊണ്ട് അവിടെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ജി കെ. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.